ഇപ്പോൾ ഒരു വ്യക്തി, ഒരു ആണ് ഒരു 100 ml മദ്യം കഴിച്ചുള്ള പ്രശ്നം വരുമ്പം ഒരു സ്ത്രീ 10 ml എടുത്താൽ മതി ആ സെയിം പ്രശ്നം വരാൻ. നിങ്ങൾക്ക് ഡോക്ടർ പണിയല്ലാതെ ഈ ഒരു പണിയുണ്ട്, നിങ്ങൾ റെഡി ആണോ, എല്ലാം സ്മൂത്തായി തരാം, അവർ പോവാ പണിക്ക്. ഈ പരിപാടി വിട്ടിട്ട് അപ്പം തന്നെ പോകും. അത്രയ്ക്ക് സ്ട്രെസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചോറ് മാറ്റിയിട്ട് ഗോതമ്പ് കഴിച്ചാൽ കുറെ കൂടെ ഹെൽത്തി ആണെന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ തന്നെയാണ് ഈ മൈദ. അപ്പോൾ ബാക്കിയുള്ള ലിവറും വളരും, ഈ എടുത്ത് മാറ്റി പേഷ്യന്റ് കൊടുത്ത ലിവറും പെട്ടെന്ന് വളരും. അതാണ് ലിവറിന്റെ ഒരു പ്രത്യേകത. വേറെ ഒരു അവയവം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കിഡ്നി ഒക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഒരെണ്ണം പിന്നെ കിട്ടില്ല. കിഡ്നി നമുക്ക് 2 എണ്ണം ഉള്ളത് ഡാമേജ് ആകുമ്പോൾ 3ാമതൊരു കിഡ്നിയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതായത് കിഡ്നി എടുത്ത് കളയുന്നില്ല. അങ്ങനെയുണ്ട്. ലിവർ എടുത്ത് കളയും, ചീത്ത ലിവർ എടുത്ത് കളഞ്ഞിട്ട് ആ സ്ഥലത്താണ് നമ്മൾ പുതിയ ലിവർ വെക്കുന്നത്. അപ്പോൾ ഈ സ്വീകരിക്കുന്നയാൾക്ക് 3 കിഡ്നി ഉണ്ടാവും. 3 കിഡ്നി ഉണ്ടാവും. അങ്ങനെയാണ്. അതിന്റെ കൂടെ ഫിക്സ് ചെയ്യാണ് കിഡ്നി. ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സിന് ഞാൻ അവരെ ഡോക്ടറൊന്നും വിളിക്കത്തില്ല, പ്രാക്ടീഷണറാണ്. ഈ കഴിഞ്ഞ വർഷം ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും എടുത്തൊരു വ്യക്തിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള ലിവർ ഡോക് എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ ആവി ഫിലിപ്സ് ആണ്. ഇതര വൈദ്യശാസ്ത്രങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത് തൻ്റെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കുന്ന ഒരു ഡോക്ടറും ഒരു സയൻറ്റിസ്റ്റുമാണ് അദ്ദേഹം. കൂടുതലായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ നമുക്കത് അറിയാനായിട്ട് ശ്രമിക്കാം. സോഷ്യൽ മീഡിയയിൽ എന്നെ അറിയുന്നത് ദ ലിവർ ഡോക് എന്നുള്ളതാണ്. എൻ്റെ കൂടുതൽ വർക്കും ട്വിറ്ററിലാണ്, ഇപ്പം എക്സ് എന്ന് പറയുന്ന ആപ്പിലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ അധികം സോഷ്യലി വളരെ ആക്റ്റീവ് അല്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ഹെപ്പറ്റോളജിസ്റ്റ് ആണ്, അതായത് ഒരു കരൾ രോഗ വിദഗ്ധൻ. അതായത് അതൊരു സബ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. ഇപ്പം പണ്ടൊക്കെ ഈ കരൾ രോഗികളെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്, ഉദരരോഗ വിദഗ്ധരാണ്. അവരായിരുന്നു ഈ കരൾ രോഗികളെയും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അത് സെപ്പറേറ്റ് ആയി. ഇപ്പോൾ ഗ്യാസ്ട്രോൻട്രോളജിയുടെ അടിയിൽ, ഗ്യാസ്ട്രോളജി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് നമ്മൾ MBBS കഴിഞ്ഞു, MD ജനറൽ മെഡിസിൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഗ്യാസ്ട്രോളജി എടുത്തു. അപ്പോൾ ഗ്യാസ്ട്രോളജി തന്നെ ഇത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഗ്യാസ്ട്രോളജിയിൽ നിന്ന് വേർതിരിഞ്ഞ് ഹെപ്പറ്റോളജി സെപ്പറേറ്റ് ആയി, ലിവറിന് വേണ്ടി മാത്രം. അപ്പോൾ അത് സബ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഞാനൊരു സബ് സ്പെഷ്യലിസ്റ്റ് ആണ്, അതിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ MBBS ചെയ്തത് സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലായിരുന്നു, കർണാടകത്തിൽ. എൻ്റെ MD ചെയ്തത് കാൽക്കട്ടയിലായിരുന്നു, നീൽരത്തൻ സർക്കാർ മെഡിക്കൽ കോളേജ്. പണ്ടത്തെ ബ്രിട്ടീഷ് രാജ് എംപയർ ടൈമിലുള്ള ക്യാമ്പൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജസ് ആയിരുന്നത്, മെഡിക്കൽ ഹോസ്പിറ്റൽസ് ആയിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ DM ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസ് പറഞ്ഞ ന്യൂഡൽഹിയിലെ ഒരു ലിവർ യൂണിവേഴ്സിറ്റി മാത്രം തന്നെയായിട്ടുണ്ട്. DM എന്ന് പറയുമ്പോൾ ഡോക്ടറേറ്റ് ഇൻ മെഡിസിൻ ആണ്, അതായത് സൂപ്പർ സ്പെഷ്യലൈസ് സബ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ അതേ എടുത്തേക്കുന്നത് ഹെപ്പറ്റോളജിയാണ്. ഹെപ്പറ്റോളജി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ട്രാൻസ്പ്ലാന്റ് മെഡിസിൻ വരുന്നുണ്ട്. അതായത് ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് രോഗികളെ നമ്മൾ സെറ്റിലാക്കുക, മെഡിക്കലി മാനേജ് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, ഇമ്മ്യൂണോ സപ്രഷൻ, അവരുടെ ലോങ് ടേം ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നതും ഹെപ്പറ്റോളജി വരും. അത് ഗ്യാസ്ട്രോളജിയിൽ വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, അതാണ് ഇത് സെപ്പറേറ്റ് ആയി വന്നത്. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം ഞാൻ ചെയ്തത് ഈ 3 സ്ഥലങ്ങളിലായിട്ട് ചെയ്തു. ഞാൻ കേരളത്തിൽ പഠിച്ചിട്ടില്ല, കേരളത്തിന് പുറത്താണ് കൂടുതൽ പഠനങ്ങളെല്ലാം. എൻ്റെ ഫാദർ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, അദ്ദേഹം ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വരുന്ന ഏപ്രിലാകുമ്പം 50 കൊല്ലം തയ്ക്കുമെന്ന് തോന്നുന്നു ഗ്യാസ്ട്രോളജി പ്രാക്ടീസ് ആയിട്ട്. അതായത് 50 years ആയിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ലേക്ക് ഷോർ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് അദ്ദേഹം. അതെ, അദ്ദേഹമാണ് അതിന്റെ ഫൗണ്ടർ. ലേക്ക് ഷോറിലായിരുന്നു 10-12 കൊല്ലം. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് 2010. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പുതിയൊരു ഗ്രൂപ്പ് അത് ഏറ്റെടുത്ത് കാരണം അദ്ദേഹം ഇറങ്ങി. നമ്മൾ തന്നെ ഒരു കമ്പനി ഉണ്ടാക്കി, ഫിലിപ്പ് അഗസ്റ്റിൻ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനി ഇപ്പം രാജഗിരി ഹോസ്പിറ്റലിലാണ്. അപ്പം ഞങ്ങളുടെ ഈ ടെർഷറി ലെവൽ കെയർ എന്ന് പറയും, അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും ചികിത്സാ രീതികളൊക്കെ നമ്മുടെ സർവീസസിൻ്റെ ഭാഗമായിട്ട് രാജഗിരിയിൽ നമ്മൾ ഇപ്പം വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു സഹോദരനും മൂത്ത സഹോദരി, പിന്നെ ഒരു ഇളയ സഹോദരിയുണ്ട്. ചേട്ടനും ചേച്ചിയും US അവരവിടുത്തെ സിറ്റിസൺസ് ആണ്, അവിടെ സെറ്റിൽഡ് ആണ്. ഡോക്ടേഴ്സ് ആണോ? അല്ലല്ല, ഞാൻ മാത്രമേ ആ ബുദ്ധിമോശം കാണിച്ചുള്ളൂ. ഞാൻ മാത്രമേ ഡോക്ടറുള്ളൂ, ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. പിന്നെ അനിയത്തി, ചേട്ടൻ ഇപ്പൊ ഒരു സിസ്റ്റംസ് ആനലിസ്റ്റ്, ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് ലെവലിൽ വർക്ക് ചെയ്യാണ് ഒരു ഹാർഡ്വെയർ കമ്പനിയിൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് അദ്ദേഹം. ചേച്ചി ഒരു ആർട്ടിസ്റ്റ് ആണ്, അവിടെ ലോസ് ഏഞ്ചൽസിൽ സെറ്റിൽഡ് ആണ്. അനിയത്തി ഒരു ആർട്ടിസ്റ്റ് ആണ്, ഒരു മ്യൂസീഷ്യൻ ആണ്. വയലിൻ ആണ് ആളുടെ മെയിൻ ഇൻസ്ട്രുമെന്റ്. ആളിപ്പോ ഡെൻമാർക്കിലാണ്. അപ്പം ഇവര് 3 പേരും അങ്ങനെ വ്യത്യസ്തമായിട്ട് അങ്ങ് പോയി. ഞാൻ ഡോക്ടറായിട്ട് ഇവിടെ അങ്ങ് കൂടി.
പിന്നെ എനിക്ക് ഭാര്യ, 3 മക്കള്. ആദ്യത്തെ 2 പേര് പെൺമക്കളാണ്, മൂന്നാമത്തത് മകനാണ്. അവർക്ക് ഒരാൾക്കിപ്പം 11 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്കിപ്പോൾ 6 വയസ്സ്. ഇപ്പൊ ആൾക്കാർ പറയുന്നത് നമ്മുടെയൊക്കെ പൂർവികര് ആയുർവേദവും യുനാനിയൊക്കെ ഉള്ള സമയത്ത് സിദ്ധവൈദ്യമൊക്കെ ചെയ്ത് എത്രയോ വർഷങ്ങൾ ജീവിച്ചു. പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, 1800-ലും ഇപ്പൊ 2020-ലൊക്കെ ആയുർദൈർഘ്യം എത്രയായിരുന്നുള്ളത്. അതായത് ആ സമയത്തൊക്കെ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത് 30 വയസ്സ് 35 വയസ്സൊക്കെ ഉള്ളൂ. അതാണ് ആവറേജ് ആവറേജ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 30-35 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ചിലപ്പോൾ 20 കാണത്തുള്ളൂ. ഇപ്പൊ അത് 70-75 ഞാൻ ഈയിടെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു, BC 10,000 കാലഘട്ടത്തിലൊക്കെ മനുഷ്യരുടെ ശരാശരി വയസ്സൊരു 30 വയസ്സായിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും 22 ഞാൻ 30 എന്ന് പറഞ്ഞു. അതിനെതിരെ ആളുകൾ എന്ത് മണ്ടത്തരം നിങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇത് ആളുകൾ പഠിക്കാൻ തയ്യാറല്ല. ഇല്ല, അവർക്ക് അറിയത്തില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി പോലും ഇല്ല. അത് ശരിക്കും വിവരദോഷികളാണ്. ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പൊ 30-ലേക്കല്ലേ വിവാഹം കഴിക്കുന്നത്, അപ്പൊ പണ്ടുള്ളവരൊക്കെ എങ്ങനെ, അങ്ങനെയുള്ള ചിന്തകളാണ്. ഞാൻ പറയട്ടെ, ഒരു കൂട്ടം സമൂഹത്തിലെ ഒരു കൂട്ടം ആൾക്കാരില്ലേ, ഈ തെറ്റിദ്ധാരണകൾ അവരെ ഓൾറെഡി ഫിക്സേറ്റഡ് ആണ്. അത് ഫിക്സ്ഡ് ആണ് അവർ മൈൻഡ്. നമ്മൾ എത്ര പറഞ്ഞാലും ഈ പട്ടിയുടെ പാല് കുഴലിട്ടാലും നീർന്ന തരത്തിൽ എന്ന് പറയുന്നത് അതുമാതിരി കുറെ ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പറയുന്നവരെ ഏറ്റവും ആദ്യം പോകുന്ന മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിലും ഓടിപ്പോ കോവിഡ് നിൽക്കുമ്പോൾ ഓടിപ്പോ വാക്സിൻ ഒക്കെ ഇടുന്നവന്മാരാണ്. അതെ, അതേസമയം ആളുകൾ ഇതൊക്കെ പറയുമെങ്കിലും എന്ന ആളുകൾക്കുള്ളിൽ കാര്യം അറിയാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആരും ഈ പറയുന്ന പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ആരും ആയുർവേദത്തിലോ ഹോമിയോയിലോ പോകുന്നില്ല. അതായത് ഒരു പൊസിഷനിൽ ഒരു അതോറിറ്റി എന്ന് ഒരാൾ പറയുമ്പോൾ ആ അതോറിറ്റിക്ക് എതിരെ പറയുന്നത് ഏതോ തരം ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ എതിര് പറയുക. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എത്ര നല്ല കാര്യം പറഞ്ഞാലും അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു, എന്നെ 2 പച്ചത്തറി പറയുന്നു. അപ്പൊ അവർ നോക്കുമ്പം സാധാരണ രീതിയിൽ ആൾക്ക് ഒരിക്കലും അത് പറയാൻ പറ്റാത്തതാണ്. പക്ഷെ ഇത് ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന ഡോക്ടറായിട്ട് 2 തെറി പറഞ്ഞു. അപ്പൊ അവന് എന്തോ ഒരു സന്തോഷകത്ത്. അതായത് ഈ ട്രോളന്മാരുടെ സ്ഥിരമുള്ള ഒരു സൈക്കോളജിയാണ്. നല്ല രീതിയിൽ ട്രോളുന്നവരുണ്ട്, ഉണ്ട്. പക്ഷെ ഇന്ന് ഭൂരിഭാഗം കാണുന്നത് ഈ പറയുന്ന ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം ഇതിനെയൊക്കെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ ഒരു ഹരാസ്മെന്റ് ആണ്, ഒരു തരത്തിലുള്ള ഹരാസ്മെന്റ്. ഇപ്പൊ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഒക്കെ വന്ന് പട്ടിണിയൊക്കെ മാറുന്നു. അപ്പോഴും ആളുകൾ പറയുന്നത് പണ്ടത്തെ അരിക്കൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ 200 വർഷം കൊണ്ട് ഇത്രയും ജനസംഖ്യ കൂടിയെങ്കിലും ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്തെ സംഭാവനകളുണ്ട്, കൃഷിയിൽ വന്ന മാറ്റങ്ങളുണ്ട്. പക്ഷെ ഈ ഉണ്ടായ പോപ്പുലേഷനിൽ അത്രയും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്നുള്ളൊരു ചിന്തയോ എഡ്യൂക്കേഷനോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അത് കറക്റ്റാണ്. അത് മാത്രമല്ല പലരും ഒരു കാര്യം മനസ്സിലാക്കാത്തത് ഇവരുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ്. ഈ കാര്യം നമുക്ക് വാക്സിൻ ഉണ്ട്, ആന്റിബയോട്ടിക്സ് ഉണ്ട്, മെഡിക്കൽ സയൻസ് ഇപ്പൊ കുതിച്ചു കയറുകയാണ്. ഭയങ്കരമായ ഡിസ്കവറീസ് ഒക്കെയാണ്. ഇന്നിപ്പോ ക്യാൻസറിനെ തുരുത്താൻ വാക്സിൻസ് വരുന്നുണ്ട്. ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയുള്ള വാക്സിൻസും ക്യാൻസർ വന്നിട്ട് ക്യാൻസറിനെ തുരുത്താനുള്ള വാക്സിൻസ് ഒക്കെ ഇനി വരുന്നുണ്ട്. റഷ്യൻ വാക്സിൻ. അത് എനിക്ക് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എന്നുവെച്ചാൽ അതൊരു സ്ഥലത്തും പബ്ലിഷ്ഡ് ഒന്നുമല്ല, അതിനൊരു പിയർ റിവ്യൂ ഒന്നും നടന്നിട്ടില്ല, ശാസ്ത്രീയപരമായ രീതിയിലുള്ള ഫോറത്തിലുള്ള ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല. അതെന്തോ തരത്തിലുള്ള ന്യൂസ് മാത്രമായിരുന്നേ. പക്ഷെ അതല്ലാതെ ഇപ്പൊ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻസ് പല ഇപ്പൊ HPV എന്ന് പറഞ്ഞ വാക്സിൻ ഉണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഒരു വാക്സിൻ ഉണ്ട്. ചെറുപ്രായത്തില് പെൺപിള്ളേര് അതെടുക്കണം എന്നാണ് പറയുന്നത്, ആൺപിള്ളേരും. അതെടുത്താൽ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ക്യാൻസർ, പല സ്ത്രീകളെ കൊന്നൊടുക്കുന്ന ഒരു ക്യാൻസറാണ്. അത് കംപ്ലീറ്റ്ലി ഇല്ലാതെ ആവുകയാണ്. സ്വീഡനിലൊക്കെ കൊടുത്തിട്ട്, ഫിൻലൻഡിലൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു 2-3 ജനറേഷൻസിൽ ഈ ക്യാൻസർ കാണുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ ക്യാൻസറിനെ തുരുത്താനുള്ള വാക്സിൻസ് വരെ ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊക്കെ ആയിട്ടും ആൾക്കാരിലൊക്കെ എന്തോരം അസുഖങ്ങളാണ്. അതിപ്പോഴും അവരാ ലൈഫ് സ്റ്റൈല് അതിനെപ്പറ്റി ചിന്തിക്കാത്തവരാണ്. എല്ലാവർക്കും മരുന്ന് വേണം എല്ലാത്തിനും. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന എത്രയോ പേഷ്യൻസ് മരുന്ന് ചോദിച്ചാൽ വരുന്നറിയാം. മരുന്ന് എഴുതി കൊടുത്തില്ല അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല ആൾക്കാരുണ്ട്. എനിക്കൊന്ന് ഭൂരിഭാഗം ജനങ്ങളും കേരളത്തിൽ അങ്ങനെയാണ്. ഫാറ്റ് ലിവറിന് മരുന്ന് വേണം, വണ്ണം കുറയാൻ മരുന്ന് വേണം, ഉറങ്ങാൻ മരുന്ന് വേണം, സ്ട്രെസ്സിന് മരുന്ന് വേണം, അവർക്ക് രാവിലെ എനർജി ഇല്ല, വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, അതിന് മരുന്ന് വേണം. പക്ഷെ ഇതിലൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ, എക്സസൈസ് ഒക്കെ എന്ത് അത്യാവശ്യം. അനങ്ങാൻ മടിയാണ്. അനങ്ങാൻ മടി എന്നല്ല, അനങ്ങാൻ വേണ്ടിയുള്ള ഒരു ആ ചിന്തയുണ്ടല്ലോ, ആ മോട്ടിവേഷൻ പോലും ഇല്ലാത്ത വ്യക്തികളാണ്. ഫോൺ ഇതിനൊരു വലിയ കാരണമാണ്. ഇപ്പം രാത്രി ഇരുന്ന് 4 മണിക്കൂറൊക്കെ റീൽസ് കണ്ടുകൊണ്ട് ഉറക്കമൊക്കെ കളഞ്ഞ് രാവിലെ മര്യാദ. അപ്പൊ നമ്മുടെ ഉറക്കം ഇത് എത്രത്തോളം ഈ പറയുന്ന രാത്രിയിൽ ഇപ്പൊ പല യുവാക്കളും ഉറങ്ങുന്നതെന്ന് പറഞ്ഞാല് പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഒക്കെയാണ്.
ശരാശരി അത്രയും സമയം ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഉദാഹരണങ്ങൾ. അല്ല, ഇതൊരു വളരെ കോമൺ സീനാണ്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ പേഷ്യൻസിനോട് പലരോടും ചോദിക്കുമ്പോൾ അവർ ഇതുപോലൊക്കെ തന്നെയാണ്. ഇത് ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു ആരും സംസാരിക്കാത്ത ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഉറക്കം, സ്ലീപ്പ്. അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല. ഭയങ്കര അത്യാവശ്യവും നമ്മുടെ ഹെൽത്തിന് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ്. 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങുന്ന വ്യക്തികളിൽ ആയുർദൈർഘ്യം കൂടുകയും പല പല അസുഖങ്ങൾ ഇല്ലാതെയാകുകയും ചെയ്യുകയാണ്. ഇതൊരു ട്രൂത്താണ്. അതേപടി എക്സസൈസും ഒരു ട്രൂത്താണ്. ഇതൊക്കെ വാസ്തവങ്ങളാണ്, ആൾക്കാർ അറിഞ്ഞിരിക്കണം. ഉറക്കം കുറയും തോറും ഇപ്പം ലിവർ പേഷ്യൻസിൽ തന്നെ ഞാൻ പലരിലും ഫാറ്റ് ലിവർ കാണുന്നുണ്ട്, നല്ല സിവിയർ ഫാറ്റ് ലിവർ. പക്ഷെ അവർക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, ഷുഗർ ഇല്ല, മദ്യപാനമില്ല, അമിതവണ്ണമില്ല, മെലിഞ്ഞിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അവരൊന്നും മര്യാദയ്ക്ക് നന്നായിട്ട് ഉറങ്ങുന്നില്ല. രാത്രിയിലൊക്കെ ഒരു 10 മണിക്ക് കിടക്കും, അതുകൊണ്ട് 1 മണിക്കൊക്കെ എഴുന്നേക്കും, എന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നോക്കും, പിന്നെ കിടക്കും, പിന്നെ 4 മണിക്ക് എഴുന്നേക്കും. ഇങ്ങനത്തെ ഉറക്കമാണ്. അപ്പോൾ അവരുടെയൊക്കെ ഉറക്കം ശരിയാകാത്ത കാരണവും ഈ ഫാറ്റ് ലിവർ വരുന്നുണ്ട്. അപ്പോൾ പല പല ജീവിതശൈലിയിലുള്ള അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നത് ഈ ഉറക്കത്തിൻ്റെ കാരണമാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ടോക്സിക് വർക്ക് കൾച്ചർ ഇല്ലേ, നമ്മൾ ഉറങ്ങാതിരുന്ന് ഇത്രയും പേഷ്യൻസിനെ കണ്ടു. നമ്മൾ ഇത്രയും പേഷ്യൻസിനെ കണ്ടിട്ട് ആ 4 മണിക്കൂർ, ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് 4 മണിക്കൂറാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് മണ്ടത്തരങ്ങളാണെന്നറിയോ? 4 മണിക്കൂറാണ് ഉറങ്ങുന്നത്. 4 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ, ബാക്കി 28 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ്. അത് ഒരു ദിവസം പുള്ളിക്ക് 28 മണിക്കൂറൊക്കെയാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ഇത് തെറ്റായ രീതിയിലാണ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ശരിക്കും നമുക്ക് വേണ്ട നല്ല ഉറക്കവും കറക്റ്റ് ആയിട്ടുള്ള ആഹാരവും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസും ആണ്. പല അസുഖങ്ങളും. നാരായണമൂർത്തിയൊക്കെ അത് യൂറോപ്പിൽ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിലിലായിരുന്നു. ഉറപ്പല്ല, അയാളെ തല്ലി ഓടിച്ചേനെ. ജയിലിൽ നിന്നല്ല, അവിടുത്തെ ആൾക്കാരനെ അയാളെ തല്ലിയാണ്. ഇങ്ങനെ ഈ മണ്ടത്തരം പറയുന്നത്. എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ളൊരു സത്യമാണ്. ഈ ടോക്സിക് പോസിറ്റിവിറ്റി, അതായത് ഞാൻ ഇത്രയും പേഷ്യൻസിനെ കാണുന്നു, ഞാൻ ഇത്ര ഉറങ്ങുന്നുള്ളൂ, ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് ഉറക്കത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട റെസ്റ്റും അതൊക്കെ കൊടുക്കണ്ടേ? എന്നാലും നമുക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 4 കാര്യങ്ങളാണ്. ഒന്ന് ഡയറ്റ്. ഡയറ്റിനകത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഒരു തരത്തിലുള്ള ഡയറ്റിന്റെ പുറകെ പോരുത്. ഇപ്പൊ പലരും പറയും കാർണിവോർ ഡയറ്റ്, പേലിയോ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഇന്റർമീഡിയന്റ് ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. ഇപ്പം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലറി അവിടെ കുറയാണ്, അതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കുറയുന്നു, അതിൽ ഗുണമുണ്ട്. പക്ഷെ അതൊന്നും കഷ്ടപ്പെടിച്ചേണ്ട ആവശ്യമില്ല. നമ്മളൊരു നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുക. പക്ഷെ ആ നോർമൽ ഡയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ബാലൻസ്ഡ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റിനെ കാണുക. ഡയറ്റീഷ്യൻ അല്ല, ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഡിഫറൻസ് ഉണ്ട്. ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ക്ലിനിക്കലി അവർക്ക് വേറെ തരം. ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 6 മാസം എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്ത് ഡിപ്ലോമ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരാണ്. കുറെ കൂടെ ക്ലിനിക്കൽ പേഷ്യൻസിനെ കണ്ട് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഡിഗ്രി കോഴ്സുകൾ ഉണ്ട്, കുറച്ചുകൂടെ വെൽ ട്രെയിൻഡ് ആണ്. അപ്പൊ ഈ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടാൽ അവർ കറക്റ്റ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട്, അതായത് ഇദ്ദേഹത്തിന്റെ വയസ്സനുസരിച്ച്, പ്രായം അനുസരിച്ച്, പൊക്കം അനുസരിച്ച്, തൂക്കം അനുസരിച്ച് ഇതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ഇത്രയും നമ്മുടെ ആക്ടിവിറ്റി ഇങ്ങനെയാണ്. അപ്പൊ ആ ആക്ടിവിറ്റി ഒക്കെ നോക്കിയിട്ട് ഇതാണ് നമുക്ക് വേണ്ട പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അത് ഏതൊക്കെ സോഴ്സ് ചെയ്ത് നമ്മൾ കഴിക്കണം, എങ്ങനെ എടുക്കണം, ബ്രേക്ക്ഫാസ്റ്റിൽ എത്ര, ലഞ്ചിൽ എത്ര, ഡിന്നറിൽ എത്ര, സ്നാക്കിൽ എത്ര, എത്ര മണിക്ക് മുമ്പ് നമ്മൾ ആഹാരം നിർത്തണം, എത്ര മണിക്ക് ശേഷം നമ്മൾ ഈ കാപ്പി കുടിക്കാം. കാപ്പിയൊക്കെ ചിലവർക്ക് കാപ്പി ഭയങ്കര നല്ലതാട്ടോ. ഈ ഡയറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കട്ടൻ കാപ്പി പാലില്ലാതെ, പഞ്ചസാര ഇല്ലാതെ കഴിക്കുന്നത് ലിവറിനൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. ഡിമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസ് ഒക്കെ റിസ്ക് കുറയ്ക്കുമെന്നാണ് പറയുന്നത് കട്ടൻ കാപ്പി കുടിച്ചാൽ. 3 കപ്പ് കുടിക്കണം എന്ന് പറയുന്നത്. 100 തൊട്ട് 120 ml വരെ പഞ്ചസാര ഇടാതെ പാലിടാതെ. എന്നിട്ട് അതിന്റെ വാല്യൂ പോകും. ചില ആൾക്കാരോട് പറയും 4 മണിക്ക് മുമ്പേ 3 കപ്പ് കുടിക്കണം എന്ന് പറയും. എന്നാൽ ചിലവർ 4 മണിക്ക് കഴിഞ്ഞ് ചിലപ്പോൾ ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ? ഒരിക്കലും. മധുരം ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു തവണ മധുരം ഇട്ട് കഴിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്നേ. ഇപ്പം നമ്മളൊന്നും ഒഴിവാക്കേണ്ടതില്ല, ചില കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരു വ്യക്തിയോട് ഇപ്പം ഡയറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കഴിക്കില്ലെന്നല്ല പറയേണ്ടത്, എന്തൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത് ഇൻക്ലൂസീവ് ഡയറ്റ്. നമ്മൾ ആൾക്കാരെ പേടിപ്പിക്കുകയാണ്, ഇത് കഴിക്കില്ല, അത് കഴിക്കുന്നത്. അത് ഫിയർ മോങ്കറിങ് ആണ്. പേടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർക്ക് തെറ്റിദ്ധാരണയാണ്, വേറെ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ പറയാണ് ഇറച്ചി കഴിക്കില്ല. ഏത് ഇറച്ചിയാന്ന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. കോഴിയിറച്ചി കഴിക്കാം, താറാവിറച്ചി കഴിക്കാം, ആഴ്ച 3 ദിവസം കഴിക്കാം. പക്ഷെ റെഡ് മീറ്റ് നമ്മൾ ആഴ്ച 2 ദിവസം കഴിക്കാവുള്ളൂ, അല്ലെ 1 ദിവസം കഴിക്കാവുള്ളൂ. അത് ബീഫ്, മട്ടണ്, പോർക്ക് അങ്ങനത്തെയൊക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇൻക്ലൂസീവ് ഡയറ്റ്. അപ്പൊ ഡയറ്റിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ബാലൻസ് ഡയറ്റ് കറക്റ്റ് വേണം. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നത് ഹെൽത്തി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേണ്ട ഒരു ഇതാണ്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും വർക്കൊക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ മീൽ, ഇപ്പം രാവിലെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് കുറച്ച് ഫുഡ് കഴിക്കാതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. 2, ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് മിനിമം 7 തൊട്ട് 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഉറക്കം കിട്ടണം. ഉറക്കം കിട്ടിയാൽ നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ വളരെ ഹെൽത്തിയാണ്. നമുക്ക് പല പല മെൻ്റൽ ഡിസോർഡേഴ്സ്, ഈ നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന പല അസുഖങ്ങളും ഇല്ലാതെയാവുന്നു. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. നമ്മുടെ ക്ലാരിറ്റി, അതായത് നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടെ വ്യക്തത വരുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറക്കം കിട്ടുന്നത്. അതുപോലെ പലരും ഈ ജോലിയുടെ ഒക്കെ പ്രത്യേകത കൊണ്ട് വൈകി കിടന്നിട്ട്, അതായത് ഒരു 1 മണിക്കോ 2 മണിക്കോ കിടന്നിട്ടും നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയാണോ? 8 hours കിട്ടണം എന്ന് പറയാം, കിട്ടിയാലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ 10 മണിക്ക് തന്നെ കിടക്കണം? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ജോലിയാണല്ലോ. അപ്പൊ എങ്ങനെയില്ല 8 മണിക്കൂർ ഒന്ന് കിട്ടണം എന്ന് പറയാം. അപ്പൊ വേറെ കാര്യമുണ്ട്, ഇതിനൊക്കെ പഠനങ്ങളുണ്ട് കേട്ടോ. ഈ 8 hours സ്ലീപ്പ് നമുക്ക് നല്ലതാണെന്ന് പറയുന്ന പഠനങ്ങളുണ്ട്. വലിയ ലാർജ് മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞ ഏറ്റവും ഹൈ ലെവൽ എവിഡൻസ് ഉള്ള പഠനങ്ങളുണ്ട്. ഇനിയിപ്പോ ചിലവർക്ക് അത് കിട്ടത്തില്ല. അതായത് ഭയങ്കര ജോലിയും ചെയ്യണമല്ലോ, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് 8 മണിക്കൂർ കിട്ടുന്നില്ല. അപ്പോൾ ഒരു സംഭവം ഉണ്ട്, അതിനാണ് പറയുന്നത് കാച്ചപ്പ് സ്ലീപ്പ് എന്ന് പറയും. കാച്ചപ്പ് സ്ലീപ്പ്, അതായത് നമുക്ക് ശനിയും ഞായറും ജോലിയില്ല, ആ സമയത്ത് നമ്മൾ ഈ വീക്ക് ഡേ മിസ്സായ ആ എക്സ്ട്രാ മണിക്കൂറുകൾ ഉറങ്ങി തീർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒരു കാച്ചപ്പ് സ്ലീപ്പ് 4 മണിക്കൂർ നെഗറ്റീവ് ആണെന്ന് വെച്ചോ, വീക്കിൽ ഒരു 4 മണിക്കൂർ കിട്ടുന്ന നമുക്ക് കിട്ടിയില്ല, അത് ഒരു എക്സ്ട്രാ 4 മണിക്കൂർ സാറ്റർഡേ കിടന്ന് ഉറങ്ങുക. അപ്പൊ കാച്ചപ്പ് സ്ലീപ്പും നമുക്ക് ഗുണം ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ സ്ലീപ്പിന്റെ കാര്യത്തിൽ. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സസൈസ്. എക്സസൈസ് പറയുമ്പോൾ എല്ലാവരും വിചാരം ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കണം എന്നാ. തെറ്റാ. നമുക്ക് സിമ്പിൾ എക്സസൈസ് ചെയ്യാം. ഇരുന്ന് ചെയ്യാൻ എക്സസൈസ് ഉണ്ട്. ഒരു ചെയറും ഒരു ടേബിളും ഉണ്ടെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള പലതരത്തിലുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല എയറോബിക് എക്സസൈസ്. ഈ നടത്തം മാത്രം ചെയ്യരുത്, യോഗ മാത്രം ചെയ്യരുത്. നടത്തം നല്ലതാണ്, യോഗ നല്ലതാണ്, പക്ഷേ നമ്മൾ എയറോബിക് എക്സസൈസ് ചെയ്തിരിക്കണം. അതും എസ്പെഷ്യലി യങ് ഏജിൽ തന്നെ നമ്മൾ അതൊരു ഹാബിറ്റാക്കി മാറ്റണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രായമാകുന്ന സമയത്ത് പല അസുഖങ്ങളും വരത്തില്ല. നമ്മൾ എത്രമാത്രം നമ്മുടെ എക്സസൈസ് കൂട്ടുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ബെറ്റർ ആക്കുന്നോ, അത്രയും നമ്മുടെ ആയുർദൈർഘ്യവും കൂടുവാണ്. നമ്മൾ ഇരുന്നിരുന്നിരുന്ന് കളയുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം പോവാണ്. ഇതും ഇപ്പൊ എക്സസൈസ് ചെയ്യണം എന്നാൽ ഏറ്റവും എളുപ്പമുള്ള നടത്തം എന്നുള്ള പറഞ്ഞ് നടക്കും. അതെ, പക്ഷെ അത് അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് നമുക്ക് ഗുണകരമായ എക്സസൈസ് എന്ന് പറയുന്നത് 154 മിനിറ്റ് എയറോബിക് എക്സസൈസ് ഒരാഴ്ചയിലാണ്. അതായത് ഒരാഴ്ച അത്രയും ചെയ്താൽ മതി, 154 മിനിറ്റ് എയറോബിക്. പക്ഷെ എയറോബിക് ആയിരിക്കണം. എയറോബിക് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിസ്ക് വാക്കിംഗ്, സ്വിമ്മിങ്, സൈക്ലിങ്, ജോഗിങ്, അല്ലെങ്കിൽ ഈ ഹോൾ ബോഡി എക്സസൈസ് ജിമ്മിൽ പോയി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ദിവസം പറ്റുമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വെയിറ്റ്സ് കുറച്ചെടുക്കാം. ഭയങ്കര വില. നമ്മൾ മസിൽ മാസ് കൂട്ടണം. ശരീരത്തിലെ നമ്മുടെ ഈ മാംസത്തിന്റെ അളവ് ശതമാനം കൂടുകയും ഫാറ്റിന്റെ, കൊഴുപ്പിന്റെ അളവ് കുറയുകയും ചെയ്യണം. കൊഴുപ്പിന്റെ അളവ് ഒരു 10% താഴെയാണെങ്കിൽ ഹെൽത്തിയാണ്. ഈ ഫാറ്റിന്റെ, ഈ മസിലിന്റെ കൂടുന്നത് അനുസരിച്ച് നമ്മുടെ ഹെൽത്തും ബെറ്റർ ആവും. ഇന്ത്യയിൽ ഈ ജിയോ ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സമയം നോക്കിയാൽ അന്ന് വരെയൊക്കെ ഞങ്ങളുടെ അടുത്തൊരു ഗ്രൗണ്ടിൽ എപ്പോഴും ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ എല്ലാവരും ബൈക്കിൽ വരും. എന്നിട്ട് ഈ രാത്രിയിലാണ് ഒരു 8 മണി മുതൽ 10 മണി വരെ അവിടെ ഇരിക്കും. എല്ലാവരും ഫോണിലായിരിക്കും. എല്ലാവരും അടുത്തിരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ ആർക്കും വോളിബോൾ കളിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാടൻ കളിക്കളങ്ങളൊക്കെ ഇല്ലാതാകുന്നതും നമ്മുടെ ഇപ്പോഴത്തെ വലിയ ഇതിപ്പോ കളിക്കളങ്ങൾ മാത്രമല്ല, ഒരു റെസ്റ്റോറന്റിൽ പോയാല് ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, മക്കള് എല്ലാവരും ഒരു ഫോണിലായിരിക്കും. അതെ അതെ, ഒരു കസേരയിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അതെ അതെ, ഇതുപോലെയായിരുന്നു ഞാനും നേരത്തെ. അപ്പം എൻ്റെ വൈഫ് വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു, ഇത് ഒട്ടും ഹെൽത്തി അല്ല, കുറച്ചുകൂടെ ഫാമിലി ബോണ്ടിങ് വേണമെങ്കിൽ ഈ ഡിജിറ്റൽ ഡിവൈസ്. അപ്പം അതോടെ ഞാൻ ആ പരിപാടി നിർത്തി കുറെ കൂടെ ഇടപെടാൻ തുടങ്ങി. പക്ഷെ ഞാനിപ്പം റെസ്റ്റോറൻറ്റ് പരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ നോക്കുകയാണ്, എല്ലാവരും കഴുത്തിങ്ങനെ താത്തി ഇരിക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ, പറയാനുള്ള കാര്യങ്ങളും ഇപ്പം ഇല്ലാതെ വരികയാണ്. ഈ മൊബൈൽ ഫോണും കാര്യങ്ങൾ. ഇപ്പൊ രാത്രി പോയി കിടക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഒരു സ്ഥലത്ത് കിടക്കുന്നു, മൊബൈൽ ഫോൺ നോക്കുന്നു, വൈഫ് അപ്പുറത്ത് കിടക്കുന്നു, മൊബൈൽ ഫോൺ നോക്കുന്നു, പിള്ളേര് കിടന്ന് നെറ്റ്ഫ്ലിക്സോ എന്തെങ്കിലും കാണുമായിരിക്കും. ആ സംസാരം, ആ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര ഹെൽത്ത് ബൂസ്റ്റിംഗ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആക്ടിവിറ്റീസ് വരുള്ളൂ. അപ്പൊ ആക്ടിവിറ്റീസ് വരുമ്പോഴേ ഉള്ളൂ നമുക്ക് ഈ ലൈഫ് സ്റ്റൈലിൽ കുറച്ചുകൂടെ ഹെൽത്തി ആവുള്ളൂ. ഇന്റർനെറ്റ് കാര്യമായിട്ട് തന്നെ ഹെൽത്തിനെ ബാധിക്കും. ഇതൊരു കലിയുഗമാണ് ശരിക്കും പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയും എല്ലാം കൂടെ കൂടി. ഇതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് ഇപ്പൊ സ്കൂൾ തലത്തിലാണെങ്കിൽ പോലും പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു.
എന്തോരം കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട. സ്കൂളിൽ സയന്റിഫിക് ടെമ്പർ ആണ് ആദ്യം പഠിപ്പിക്കേണ്ടത്, അതേ ഇല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് അത് പഠിക്കുന്നില്ല. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 പ്രാവശ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന നടത്തിയിട്ടാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അതെ, അതിന് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു ക്ലാസ് വെച്ചാൽ മതി, പിള്ളേരൊക്കെ എവിടെ എത്തുന്നറിയോ. ഈ എസെൻസ് ഗ്ലോബലിന്റെ പല വേദികളിലും ഡോക്ടർ വന്ന് വളരെ കാര്യമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു കടന്നുവരവൊക്കെ എങ്ങനെയായിരുന്നു? എസെൻസ് ഗ്ലോബലിലെ കടന്നുവരവ് എനിക്ക് തോന്നുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് എനിക്ക് എസെൻസ് ഗ്ലോബൽ എന്താണ് അവരുടെ പരിപാടി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ എസെൻസിലെ, വളരെ അതെ ഭയങ്കര ആക്റ്റീവാണ് അദ്ദേഹം. അദ്ദേഹമാണ് എന്റെ സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കി എത്തുന്നത് കേട്ടോ. അതെ. അപ്പം ആരിഫ് ആയിട്ടാണ് ഇനീഷ്യലി ഞാൻ, നമ്മുടെ വേറൊരു കോമൺ ഗ്രൂപ്പ് ഉണ്ട്, മെഷ് എന്ന് പറഞ്ഞിട്ട്, മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പാണ് ഇപ്പൊ ഈ ഹോമിയോപ്പതിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ആരിഫൊക്കെ അതിന്റെ അംഗങ്ങളാ. അപ്പൊ അതുവഴിയാണ് ഞാൻ ഈ എസെൻസിലോട്ടൊക്കെ കയറിയത്. അപ്പൊ അതിനകത്ത് അവർക്ക് ഈ ശാസ്ത്രീയപരമായ പല കാര്യങ്ങൾ, അത് എസ്പെഷ്യലി ഹെൽത്ത് കെയർ, ഈ ലിവർ ഹെൽത്ത് വലിയ ടോപ്പിക്കാണല്ലോ. അപ്പൊ അതിനുവേണ്ടി അത് മാത്രമല്ല എനിക്ക് കുറെ പഠനങ്ങളുണ്ട്. നമ്മൾ ഈ എസെൻസിന്റെ തന്നെ വലിയൊരു ലെറ്റ് എവിഡൻസ് ലീഡ് എന്നാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. എന്റെ വർക്ക് മുഴുവൻ അതാണ്. അപ്പൊ അങ്ങനെ ഒരു കോമൺ ഗ്രൗണ്ട് വന്നപ്പം എസെൻസിൽ കയറി ഈ കുറെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായി. അത് സമയം കിട്ടുമ്പോൾ മാത്രം, എല്ലാ വർഷവും പറ്റുന്നില്ല, സമയം കിട്ടുമ്പം അവർ വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് സംസാരിക്കാറുണ്ട്. ആരിഫ് ഹുസൈൻ അദ്ദേഹം തന്നെ ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണർ ആയിരുന്നു. എന്നിട്ട് അത് കംപ്ലീറ്റ്ലി വിട്ട് അതിനെതിരെ പറയുന്ന ഒരാളാണ്. അപ്പം ആരിഫും ഞാനും കൂടെ കൂടിയൊക്കെയാണ് 2-3 പഠനങ്ങൾ ഇപ്പൊ നടത്തി. ആർസനിക് ആൽബം കഴിച്ച് ആർസനിക് പോയിസണിങ്, ഈ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ അത് പ്രകൃതിദത്തമായ ആർസനിക് ആണെന്നാണ്. ആർസനിക് എല്ലാം സെയിം ആണ്, പ്രകൃതിദത്തം അങ്ങനെയൊന്നും ഇല്ല. ആർസനിക് കഴിച്ച് ആർസനിക് പോയിസണിങ് ആയിട്ടുള്ള പലരുടെയും ഒരു പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്തത്. ആരിഫ് അതിനകത്തൊരു കോദറായിരുന്നു സയൻസ് പബ്ലിക്കേഷനിൽ. ഇന്ത്യയിലെ പല പ്രതികൂല അവസ്ഥകളും ഒക്കെ ചിന്തിക്കുമ്പോൾ വളരെ നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വല്ല ഓസ്ട്രേലിയക്കോ കാനഡയ്ക്കോ ഒക്കെ പോയാൽ കൊള്ളാമെന്ന് ഡോക്ടറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ വർഷം ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും എടുത്തൊരു വ്യക്തിയാണ്. അപ്പം ഒരു ഡോക്ടർ നിലയിൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നാട്ടിൽ വർക്ക് ചെയ്യാൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തീരുമാനിച്ച് നമുക്ക് പുറത്തുനിന്ന് ട്രൈ ചെയ്താലോ എന്ന്. അപ്പം എല്ലാ ആൾക്കാരെ പോലെ അപ്പം പുറത്തുള്ള ബെറ്റർ ലൈഫ്, ബെറ്റർ പേ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ പിള്ളേർക്കാണെങ്കിലും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ കാര്യങ്ങളും, ഇവിടുത്തെ ഈ മതപരമായ അലംബതരവും ഈ കമ്മ്യൂണലിസവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം പിള്ളേരെ കുറച്ചുകൂടെ നമുക്കൊരു നല്ല എൻവയൺമെൻറ്റിൽ വളർത്താവല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വെച്ചിട്ട് എനിക്ക് പുറത്ത് പോകണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് ഓസ്ട്രേലിയയാണ്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലും UK യിലൊക്കെ പോകണമെങ്കിൽ കുറേ പരീക്ഷ എഴുതി വേണം അവിടെ എത്താൻ. ഈ പ്രായത്തിൽ എനിക്ക് ഇനി പരീക്ഷ എഴുതാൻ വയ്യ, മടുത്തു. കുറേ പരീക്ഷ എഴുതി 14 കൊല്ലം മെഡിസിൻ പഠിച്ചാണ് ഇപ്പോൾ വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ, അതായത് നമ്മളൊരു സീനിയർ കൺസൾട്ടൻറ്റ് പൊസിഷനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പൊസിഷനിൽ തന്നെ നമുക്ക് അവിടെ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പം താഴത്തെ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെർട്ടീസ് കൂടി നിൽക്കുന്ന കാരണം. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും എളുപ്പം ഓസ്ട്രേലിയ പോകുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്ന ബാക്കി മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പാത്ത് നിങ്ങൾക്ക് നോക്കാം, ഈ ഒരു പാതയിലൂടെ നിങ്ങൾക്ക് വേണേൽ സഞ്ചരിച്ച് നോക്കാം. ഓസ്ട്രേലിയയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പാത്വേ ഉണ്ട്. അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ട്രെയിനിങ് വേറെ രാജ്യങ്ങളിലെടുത്ത ഡോക്ടർമാർക്ക് നല്ല എക്സ്പീരിയൻസ് കാണിച്ചാൽ നല്ല റിസർച്ച് പബ്ലിക്കേഷൻസ്, ഇവിടെയാണ് റിസർച്ചിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. നല്ല റിസർച്ച് പബ്ലിക്കേഷൻസ് കാണിച്ചാൽ നല്ല എക്സ്പീരിയൻസ്, എനിക്ക് ഏകദേശം 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അത് കാണിച്ചാൽ അവിടെ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ നമുക്ക് ക്ലിയറൻസ് തരും ഡയറക്റ്റായിട്ട് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. അപ്പം ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതിനകത്ത് എക്സാം പരീക്ഷകളോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ പ്യുവർ എക്സ്പീരിയൻസും നമ്മുടെ ക്ലിനിക്കൽ റിസർച്ചിൻ്റെ ഇത് വെച്ചിട്ട് മാത്രം അവർ മെറിറ്റിൽ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനതിനെ അപ്ലൈ ചെയ്തു, എനിക്ക് ക്ലിയറൻസ് കിട്ടി. എനിക്ക് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ ക്ലിയറൻസ് ഉണ്ട് ഓസ്ട്രേലിയ വന്ന് വർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ താല്പര്യമുള്ളവർ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ച് നമ്മളെ ജോലിക്ക് എടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിനകത്ത് അവരുടെ ലോക്കൽ ആൾക്കാർ എടുക്കാത്ത സീറ്റേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല സ്ഥലങ്ങൾ കിട്ടത്തില്ല, മോശമായ സ്ഥലങ്ങളെ കിട്ടത്തുള്ളൂ. ഈ റൂറൽ ഓസ്ട്രേലിയയൊക്കെ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു കാരണം എന്ന് പറയുന്നത് ഒരു ലെവൽ വരെ നമുക്ക് വളരെ
വളരെ മോശമായ രീതിയിലുള്ള കുറച്ച് എക്സ്പീരിയൻസസ്. അതായത് നമ്മുടെ നാട്ടിൽ കൂടുതൽ പേഷ്യൻസിനെ കാണുക എന്നുള്ള ഒരു കൾച്ചറുണ്ട്, ഒരു ടോക്സിക് വർക്ക് കൾച്ചറാണ്. ഇപ്പം ഈ ഇൻഫോസിസിലെ നാരായണമൂർത്തി പറഞ്ഞ കാര്യം 90 മണിക്കൂർ ഒരാൾ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് വേറെ ഏതൊരു L&Tയിലെ ഒരു ചെയർമാൻ ഇപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ഒന്ന് വർക്ക് ചെയ്യാനാണ് പറയുന്നത്, ഭാര്യ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കാം, ഞായറാഴ്ച നിങ്ങളൊന്ന് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടോക്സിക് വർക്ക് കൾച്ചറാണ് നമ്മുടെ നാട്ടിൽ. അതായത് കൂടുതൽ ജോലി ചെയ്യുന്ന, കൂടുതൽ പേഷ്യൻസിനെ കാണുന്ന ഡോക്ടർമാർ നല്ലതും കുറഞ്ഞ പേഷ്യൻസിനെ കാണുന്ന ഡോക്ടർമാർ മോശവും. അതായത് OPDയുടെ പുറത്ത് കുറേ ചെരുപ്പുകൾ കാണണം, 2-3 ചെരുപ്പ് കണ്ടാൽ പോരാ, അങ്ങനെ കുറേ ചെരുപ്പുകൾ കാണുന്ന ഡോക്ടറാണ് നല്ലത്. അതായത് സ്വന്തം ആരോഗ്യവും കളഞ്ഞ് കുടുംബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് രോഗികളെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് വില കൽപ്പിക്കുന്ന ഒരു നാടാണിത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഡോക്ടറല്ല. അതായത് എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് വളരെ ഇഷ്ടമാണ് പേഷ്യൻസിനെ കാണാൻ. പക്ഷേ ഒരു പരിമിതി വെച്ചിട്ട്, അതായത് എനിക്കൊരു 9 to 5 ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിനിക്കൽ റിസർച്ച് ഉണ്ട്, എനിക്ക് ബുക്ക് എഴുതണം, കുടുംബത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, പിള്ളേരോട് ഒരു സിനിമ കാണണം, ഇതിനൊക്കെ നമുക്ക് സമയങ്ങൾ കണ്ടെത്തണം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നപ്പം എനിക്ക് പുറത്തു പോയി കുറച്ചുകൂടി ഒരു അക്കാഡമിക് ലൈഫ്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് സമയം കിട്ടുന്നു, ഫാമിലിയിലൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ, കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അത് മാത്രമല്ല, നമ്മളിവിടെ ഒരു ഡോക്ടർ ശരാശരി ഒരു ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, എമർജൻസി മെഡിസിൻ ഡോക്ടറൊക്കെ വർക്ക് ചെയ്യുന്നത് 80-90 മണിക്കൂറൊക്കെയാണ് ഒരാഴ്ച. അവർക്ക് ഒരു ലെവൽ പോലും ശമ്പളം കൂടി കിട്ടത്തില്ല. കുറേ നാൾക്ക് ശേഷമായിരിക്കും കുറച്ച് തുച്ഛമായ കുറച്ച് ശമ്പളമൊക്കെ കൂട്ടിക്കിട്ടുന്നത്. പക്ഷെ പുറം രാജ്യങ്ങൾ അങ്ങനെയല്ല, 1 മിനിറ്റ് കൂടുതൽ വർക്ക് ചെയ്താൽ അവർ നമുക്ക് അത്രയും ശമ്പളം കൂട്ടിത്തരികയാണ്. അപ്പം എക്സ്ട്രാ വർക്കിന്, എഫേർട്ടിന് അവിടെ നമുക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പുറത്തു പോകണം എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ തന്നെ കണ്ടുപിടിച്ചു, എനിക്ക് തന്നെ മനസ്സിലായി നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ തന്നെ എന്നെ സ്നേഹിക്കാൻ പഠിച്ചു. അതായത് ഞാൻ കുറച്ച് പേഷ്യൻസിനെ കാണാറുള്ളൂ OPയിൽ. ഈ 100-120 പേഷ്യൻസിനൊന്നും ഞാൻ കാണുന്നില്ല. ഒരു 20-25 പേഷ്യൻസിനെ കാണുന്നു. ഒരു ദിവസം ടെലിമെഡിസിൻ വെക്കുന്നു, ഒരു ദിവസം ക്ലിനിക്കൽ റിസർച്ചിന് മാത്രം വെക്കുന്നു. ഞാൻ ശനിയാഴ്ച വർക്ക് ചെയ്യാറില്ല. പറ്റാവുന്നത്ര ശനിയാഴ്ച ഞാൻ ഇതുപോലെ സോഷ്യൽ മീഡിയ വർക്ക്, പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ബുക്ക് എഴുത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്ട്രെസ്സ് കുറച്ച് കുറയാൻ തുടങ്ങി. അപ്പോൾ അതോടെ ഓസ്ട്രേലിയൻ ഈ നമ്മുടെ അക്കരമാരി ഓസ്ട്രേലിയ പരിപാടിയൊക്കെ പതുക്കെ ഞാനങ്ങ് ഒഴിവാക്കി വെച്ചേക്കുകയാണ്. പക്ഷേ പല ഡോക്ടർമാരും ഉണ്ട് അങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റാത്ത വ്യക്തികൾ. അവരൊക്കെയാണ് നല്ല ഡോക്ടർമാരാണ്. അവരൊക്കെ പലരും പുറത്തോട്ട് പോകുന്നുണ്ട്. എൻ്റെ തന്നെ കുറേ ബാച്ച്മേറ്റ്സ്, നല്ല ബ്രില്യൻ ഡോക്ടേഴ്സ്, എല്ലാവരും ഇപ്പോൾ US-ലും യൂറോപ്പിലൊക്കെ വളരെ വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരെ സേവിക്കേണ്ട ആൾക്കാരാണ് അവരൊക്കെ അവിടെ പോയിരിക്കുന്നത്. അപ്പം ഈ പുറത്ത് പോകണം എന്നുള്ളതിൻ്റെ ഒരു വിചാരം ഞാൻ ഒരിക്കലും ഓർത്തില്ല എനിക്ക് വരുമെന്ന്. പക്ഷെ എനിക്കും അങ്ങനെ ഒരു വിചാരം ഉണ്ടായി. അത് ഇവിടുത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു ഡോക്ടർമാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഓൾറെഡി ഒരു ഫിക്സേറ്റഡ് ഒപ്പീനിയൻ ഉണ്ടല്ലോ, ഒരു പൊതുധാരണ, അത് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പതുക്കെ അതൊക്കെ മാറണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ പറയുന്ന പോലെ. പക്ഷേ രസം എന്താണെന്നറിയോ, ലോങ് വീഡിയോ കാണാൻ ആളുകൾക്ക് സമയമില്ല. എന്താ കാണാത്തെ? 1/2 മണിക്കൂർ 1 മണിക്കൂർ. അതുകൊണ്ട് ഷോർട്സ് കാണും. എത്ര മണിക്കൂർ? 2-3 മണിക്കൂർ.